സങ്കീർത്തനമാണല്ലോ നാം വായിച്ചത്. 65वां भजन संगीता हम यहाँ पर पढ़े हैं आज सुबह में. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് സുപരിചിതമാണ്. हम सब अच्छे से वाकिफ है हर एक भजन संगीता से. കാരണം നാം വർഷങ്ങളായി ഈ സങ്കീർത്തന പ്രബോധനങ്ങൾ കേട്ട് പഠിച്ചു വരുന്നു. क्योंकि वचन से जो टिप्पणी है वचन से भजन संगीता से कई सालों से हम कलीसिया में सुनते आ रहे हैं. പക്ഷേ ദൈവത്തിൻ്റെ വചനം ആഴമേറിയ സമുദ്രം പോലെയാണ്, എത്ര കോരിയാലും വറ്റാത്ത വെള്ളം. मगर परमेश्वर का वचन एक गहरा समुंदर के समान है, जितना भी पानी निकालो उसमें फिर वापस पानी रहता है उसमें. ഓരോ പ്രാവശ്യവും നാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ ദൈവം നമുക്ക് പുതുതായ ആലോചനകൾ നൽകാറുണ്ട്. वचन से कोई एक संदेश सुनने के बाद ये नहीं होता कि उसमें संदेश खत्म हो जाता है, उसमें नया नया संदेश हमको परमेश्वर प्रदान करता है. ഇന്ന് നിങ്ങളുമായി ഞാൻ ഈ സങ്കീർത്തനത്തിൽ നിന്നും പങ്കുവയ്ക്കുവാൻ, പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ 11ാമത്തെ വാക്യമാണ്. उस भजन संगीता से उसका 11वां अध्याय से आप लोग को एक संदेश देने को मुझे पवित्र आत्मा ने बताया है. 65ാം സങ്കീർത്തനത്തിൻ്റെ 11ാമത്തെ വാക്യം. Psalm 65 का वर्ड्स 11. तेरी भलाइयों से तू somebody else read in Malayalam. परमेश्वर अपने वर्ष या साल को क्या करता है? अपने भलाइयों से भर देता है. मैंने वाला हिंदी में बोला, सॉरी. ദൈവം തൻ്റെ സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. तेरी भलाइयों से और तेरे वर्ष को मुकुट पहनाता है, ऐसा कहा है. സ്തോത്രം. സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. तेरे जितने आयु के दिन है उसको भलाइयों से और आपके वर्ष को मुकुट पहनाता है, ऐसा लिखता है. It's a psalm of national thanksgiving to the Lord. ദൈവത്തിന് ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ട് സ്തോത്രം ചെയ്യുന്ന സങ്കീർത്തനമാണ്. इजराइल का राष्ट्र साथ मिलकर जो है परमेश्वर को धन्यवाद देने वाला एक भजन संगीता है ये. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മിൽ പലരും ഇത് ഡിസംബർ 31-ാം തീയതിയും ജനുവരി ആദ്യത്തെ ആഴ്ചയും ഒക്കെ വായിക്കുക പതിവാണ്. इसी के आधार पर जो है दिसंबर 31 को या फिर जनवरी 1 को हम ये भजन संगीता पढ़ते हैं कई कलीसियाओं में. സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ നന്മകൾ തൻ്റെ ജനത്തിനു വേണ്ടി ഉള്ളതിനെ പറ്റിയാണ് വിവരിക്കുന്നത്. यहाँ पर परमेश्वर की भलाई परमेश्वर के लोगों के लिए है कर वचन कहता है. ആ ദൈവത്തിൻ്റെ ജനങ്ങളായിരിക്കുന്നവരുടെ ഭാഗ്യകരമായ അനുഭവങ്ങളെയും അവസ്ഥകളെയും കുറിച്ച് പറയുന്നുണ്ട്. प्रभु के लोगों के आशीषमय दिनों और आशीषमय अवस्थाओं के बारे में यहाँ पर वर्णन किया गया है. എന്താണ് ദൈവജനത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം? प्रभु जनों का सबसे बड़ा आशीष उनके जीवन में क्या है? ഈ സങ്കീർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ये वचन संगीता के आधार पर सबसे बड़ा आशीष प्रभु के लोगों का क्या है? ആരാണ്, എങ്ങനെയുള്ള ജനമാണ് ഭാഗ്യവാന്മാർ? किस प्रकार के लोग आशीषित हैं, धन्य हैं? സ്തോത്രം. വായിച്ചോളൂ ആ വാക്യം.
സ്തോത്രം. 4-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. उसका चौथा आयत हमने पढ़ा, നിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് तेरे आंगनों में वास करें. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തോട് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. परमेश्वर जिससे प्रेम करता है और जिसको करीब रखना चाहता है, उस प्रकार का मनुष्य. ആരാണ് ഏറ്റവും ഭാഗ്യവാൻ? कौन सबसे धन्य मनुष्य है? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ. जो परमेश्वर के द्वारा चुने हुए और उसके समीप में लाए हुए लोग हैं. ആരാണ് ഭാഗ്യവാന്മാർ? वो कौन धन्य लोग हैं? ദൈവത്തിന്റെ അരികിലേക്ക് അടുപ്പിക്കപ്പെടുന്നവർ. जो परमेश्वर जिसको अपने समीप में आने देता है. സ്തോത്രം. രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ധന്യത, ഭാഗ്യകരമായ അവസ്ഥ. दो बात है जो हम लोगों को सब धन्य लोग कहने बना लायक बनते हैं. ഒന്ന്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. രണ്ട്, ദൈവം നമ്മെ തന്നോട് അടുപ്പിച്ചു. वो दो कौन सी बात है? पहली बात है कि परमेश्वर ने हमें चुना है और दूसरा है परमेश्वर ने हमें समीप लाया है. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നമുക്ക് ലഭിച്ചെങ്കിൽ നാം ആ തെരഞ്ഞെടുപ്പ് നിമിത്തം ഭാഗ്യമുള്ളവരാണ്. क्योंकि परमेश्वर ने हमें चुना है, उसके चुनाव में ही हम धन्य हो जाते हैं. സ്തോത്രം. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് നിമിത്തം നാം ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. उस चुनाव के लिए क्या हम परमेश्वर को कई बार धन्यवाद देने वाले लोग हैं या नहीं, मुझे शक होता है ये. കാരണം നമ്മുടെ സാധാരണ സ്തോത്രം പറച്ചിലിലും പ്രാർത്ഥനകളിലും ഒന്നും കർത്താവേ നീ ഞങ്ങളെ തെരഞ്ഞെടുത്തല്ലോ അതിനായി സ്തോത്രം എന്നൊക്കെ കേൾക്കുന്നത് വളരെ ചുരുക്കമായിട്ടുള്ളൂ. अक्सर हम ऐसा सुनाई नहीं देता, बहुत ही कम सुनाई पड़ेगा जहां पर हम परमेश्वर को उस चुनाव के लिए हम परमेश्वर को धन्यवाद देते हैं. സ്തോത്രം. നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ടോ തെരഞ്ഞെടുപ്പിനായിട്ട്? हम चुनाव के लिए क्या परमेश्वर को धन्यवाद देते हैं? ഇപ്പോഴും നമ്മളൊക്കെ അധരം പൂട്ടിയിരിക്കുക. अभी भी हम अपने जबान को बंद कर ताला मार कर रखे हैं. കർത്താവ് തിരഞ്ഞെടുത്തെങ്കിൽ ഞാൻ എന്ത് വേണമല്ലേ? परमेश्वर चुना है तो मैं क्या करूं उसके लिए. സ്തോത്രം. ആ തിരഞ്ഞെടുപ്പിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. उस चुनाव के लिए हमें बेहद खुश होना है. സ്തോത്രം. മിക്കപ്പോഴും നമ്മുടെ ഇടയിൽ അലക്സ് ബ്രദർ പറയുന്ന ഒരു വാക്യമാണ് എഫേസ്യർ 1:4. ഇന്നും അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അത് കോട്ട് ചെയ്തു. अक्सर हम लोग प्रार्थनाओं में याद करते हैं और आज अलेक्स ब्रदर भी प्रार्थना में स्मरण किया वो वचन को. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ പ്രിയപുത്രനായ ക്രിസ്തുവേശുവിൽ തെരഞ്ഞെടുത്തു. जगत की उत्पत्ति से पहले परमेश्वर ने उसके इकलौते पुत्र में हम सबको चुन लिया है. എഫേസ്യർ 1:4 വാക്യമാണ് ഈ പറഞ്ഞത്. एफिसियों 1 अध्याय का 4 वाक्य में यहाँ पर कहा. ആ തെരഞ്ഞെടുപ്പിന്റെ ശ്രേഷ്ഠത നാം അവിടെ കാണുന്നു. वहां पर हमें चुनाव का जो है अहमियत वहां पर दिखाई पड़ता है. സ്തോത്രം. ലോകത്തിൽ ധാരാളം പേരുണ്ടായിരുന്നിട്ടും നമ്മെ അവൻ തെരഞ്ഞെടുത്തു. दुनिया में कई काबिल लोग हैं मगर फिर भी हमको उसके लिए चयन किया है. സ്തോത്രം. നമ്മുടെ യോഗ്യതകൾ നിമിത്തം, हमारे योग्यता के अनुसार, സ്തോത്രം, നമ്മുടെ എണ്ണക്കൂടുതൽ കൊണ്ട്, क्या क्योंकि हम गिनती में ज्यादा थे इसके लिए हमें चुना है? ഹൃദയപരമാർത്ഥത കൊണ്ട്, क्या हम हृदय से निष्पाप हैं इसके लिए चुना है? സ്തോത്രം. നാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ ഭാഗങ്ങൾ കണ്ടതാണ് ആവർത്തന പുസ്തകത്തിൽ നിന്നും. हमने व्यवस्था विवरण में बात पिछले दिनों में सुना है. സ്തോത്രം. 9-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളും 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും ഒക്കെ നമ്മൾ അതിനു വേണ്ടിയിട്ട് കാണുകയുണ്ടായി. 7 का 7 व्यवस्था विवरण और 9 का 4 और 5 व्यवस्था विवरण में भी हमने ये बात को सीखा है पहले. അവിടങ്ങളിലെ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ ഹൃദയപരമാർത്ഥത കൊണ്ടല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. क्योंकि हम हृदय से शुद्ध लोग हैं इसी के लिए हमारा चयन नहीं हुआ है.
നമ്മുടെ നീതി നിമിത്തമല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. और हमारी धार्मिकता के वजह से भी परमेश्वर ने हमें चुना नहीं है. സ്തോത്രം. നമ്മുടെ എണ്ണത്തിലെ പെരുപ്പം കൊണ്ടുമല്ല കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത്. मगर हमारी गिनती में हम ज्यादा लोग हैं, इसके लिए भी हमने परमेश्वर ने हमें नहीं चुना है. സ്തോത്രം. പിന്നെ എന്താണ് നമ്മെ തെരഞ്ഞെടുക്കുവാനുള്ള കാരണം? फिर हमें किस लिए हमारा चुनाव हुआ है? സ്തോത്രം. ആ വാക്യത്തിലുണ്ട്, 7-ാമത്തെ വാക്യത്തിലുണ്ട്. इसका यही कारण है कि वह तुमसे प्रेम रखता और उस शपथ को भी पूरा करना चाहता है जो उसने तुम्हारे पूर्वजों से खाई. സ്തോത്രം. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് നമ്മോട് സ്നേഹം തോന്നിയത് കൊണ്ടാണ്. മലയാളത്തിൽ വായിക്കുന്നത് പ്രിയപ്പെട്ട് തെരഞ്ഞെടുത്തുന്ന. क्योंकि परमेश्वर हमसे प्रेम करते थे, इसीलिए आपको चुन लिया है. മറ്റൊരു കാരണവുമില്ല. उसका दूसरा कोई कारण है ही नहीं. സ്തോത്രം. എപ്പോഴും ഓർക്കുക, ഇങ്ങനെ അധർമ്മികളായി, പാപികളായി, അശുദ്ധരായി, ദൈവത്തോട് അടുക്കുവാൻ ഒരു യോഗ്യതയുമില്ലാത്തവരായി കിടന്നിരുന്ന നമ്മെ ദൈവം തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം. हम पाप में बसने वाले लोग थे, मगर हमारी काबिलियत के वजह से नहीं, क्योंकि परमेश्वर हमसे प्रेम करते थे, इसीलिए परमेश्वर ने हमको चुन लिया है. സ്തോത്രം. എന്തിനാ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്? किस लिए परमेश्वर ने हमें चुन लिया है? ഒന്നാം ഭാഗം നമ്മൾ കണ്ടു. തെരഞ്ഞെടുക്കുവാനുള്ള കാരണം എന്തല്ല, പകരം എന്താണ്. हमने देखा यहाँ पर हमारा चयन किस लिए हुआ है और किसके लिए नहीं हुआ, इसके बारे में सीखा है हमने. രണ്ടാം ഭാഗം എന്തുദ്ദേശത്തോടുകൂടെയാണ് ദൈവം നമ്മെ और തെരഞ്ഞെടുത്തത്. दूसरा है कि किस उद्देश्य से परमेश्वर ने हमें चुन लिया है. ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം എന്താണ്? परमेश्वर ने हमें चुन लेने का परम लक्ष्य क्या है? എന്തോ? സ്തോത്രം. that we may be his own. നാം അവന്റെ സ്വന്തമായിരിക്കുക. ताकि हम उसकी निज प्रजा बन जाए. വേറെ ആരുടെയും നാം ആകാതിരിക്കുക. हम किसी और के न बने. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളത് കണ്ടു. 33-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യത്തിൽ നിന്ന്. 33वां भजन संहिता का 12वां आयत में हमने पढ़ा, हम किसी और के न बन जाए. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തെരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. यहोवा जिसका परमेश्वर है और परमेश्वर जिसको चुन लिया गया है, वो लोग धन्य हैं. എന്തിനാണ് തെരഞ്ഞെടുത്തത്? किस लिए हमारा चयन हुआ है? അവന്റെ ജനമായിരിക്കാൻ. ताकि हम उसकी निज प्रजा बन जाए. സ്തോത്രം. അതാണ് ഇവിടെയും നാം വായിക്കുന്നത്. കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? തൻ്റെ സന്നിധിയിൽ വസിപ്പാൻ. यहाँ पर भी वही लिखा है कि परमेश्वर ने हमें चुन लिया है ताकि हम उसके करीब रहे. അതിന്റെ ഭാഗ്യകരമായ അവസ്ഥ നാം മനസ്സിലാക്കുന്നുണ്ടോ? वो धन्य अवस्था के बारे में कभी आपने सोचा है? സ്തോത്രം. സീതപേട്ടു നമ്മൾ കണ്ടിട്ടുണ്ട്. അൻഷിനെ ഇപ്പം പപ്പ എടുത്തിട്ട് വിട്ട ഭയങ്കര സന്തോഷമാണ്. अगर अंश को अभी यहाँ से पिता के पास भेज दे तो बहुत खुश होगा अंश. കാര്യം എന്താ? इसका कारण क्या है? പപ്പായോട് അൻഷിന് ഭയങ്കര സ്നേഹ. क्योंकि पप्पा को अंश से बेहद प्रेम है. അവർ തമ്മിലുള്ള ആ സ്നേഹം കൊണ്ട് പപ്പായോട് കൂടെ എപ്പോഴും ഇരിക്കാനും നടക്കാനും മനുഷ്യന് ഇഷ്ടമാണ്. क्योंकि पप्पा के प्रेम में अंश जो है पिता के साथ में हमेशा बैठना रहना पसंद करता है. वो ഏറ്റവും ഈ കുഞ്ഞിന് സന്തോഷകരമായത് പപ്പായോടൊപ്പം ഒട്ടിയിരിക്കുന്നതാണ്. और इस बेटे को भी बेहद आनंद देने वाली बात यह है कि पिता के साथ हमेशा बहुत करीब रहे और जुड़ जाए. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തിൻ്റെ ജനമായാൽ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യകരമായ അനുഭവം എന്താണ്?
നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിരന്തരം വസിക്കുക എന്നുള്ളതാണ്. क्योंकि हम भी परमेश्वर की निज प्रजा हैं, तो हमारा भी आनंद देने वाला बात ये होना मांगता है कि हम परमेश्वर के करीब रहे, उससे हमेशा चिपटे रहे, लिपटे रहे. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. 4-ാമത്തെ വാക്യത്തിൽ നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. हमें चुनकर उसके समीप रखकर उसके आंगनों में बसने के लिए हमें चुना है, इसके लिए हम बेहद धन्य लोग हैं. ഞാൻ എന്നും പറയുന്നത് പോലെ പഴയ നിയമത്തിൽ പ്രാകാരം കൊണ്ട് തൃപ്തിപ്പെടുവാനേ കഴിയുമായിരുന്നുള്ളൂ. पुराने जमाने में, पुराने नियम में जो है सैंक्चुरी के साथ ही हम कई लोग आंगन के साथ ही कई लोग खुश हो जाते थे, അതിനപ്പുറത്തേക്ക് പോകാൻ ഒക്കത്തില്ലായിരുന്നു. क्योंकि हम लोग जो है आंगन से आगे बढ़ नहीं सकते थे. ലേവിയ പുരോഹിതന്മാർ പോലും അതിനപ്പുറത്തേക്ക് പോകുവാൻ അനുവദിക്കപ്പെട്ടിരുന്നില്ല. लेवी प्रीस्ट लोग भी जो है उसके आगे बढ़ नहीं पाते थे. സ്തോത്രം. നിയമിക്കപ്പെട്ടവർ വിശുദ്ധ സ്ഥലത്ത് കയറാം, യാഗങ്ങൾ അർപ്പിക്കാം. നിയമിക്കപ്പെട്ടവർ ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തും കയറാം. जो सिलेक्टेड लोग हैं वो लोग जो है साल में जो है पवित्र स्थान में प्रवेश कर सकते थे, वो भी कुछ दिनों के लिए जा सकते थे. സ്തോത്രം. അതിവിശുദ്ധ സ്ഥലത്തേക്ക് 360 ദിവസത്തിൽ ഒരിക്കൽ മാത്രം കയറാം. और अति पवित्र स्थान में जो है साल में एक ही दिन जा सकते थे वो. അവർക്ക് അതുകൊണ്ട് പ്രാകാരങ്ങളിൽ പാർക്കുക എന്നതിനപ്പുറം ചിന്തിക്കാനൊക്കില്ലായിരുന്നു. और लोग जो आंगन में रहते थे उसके आगे बढ़ने का वो कभी सोच भी नहीं सकते थे. അതുകൊണ്ടാണ് 84-ാം സങ്കീർത്തനത്തിലും ഈ സങ്കീർത്തനത്തിലുമൊക്കെ പ്രാകാരം പ്രാകാരം പടിവാതിൽ എന്നൊക്കെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. इसीलिए भजन संहिता 84 में भी और ये भजन संहिता में वो जो आंगन के बारे में बताया कि क्योंकि वो आंगन में ही बसते थे, उसके आगे जा नहीं सकते थे. എന്നാൽ നമുക്ക് ഈ വാക്യം അങ്ങനെ പറയേണ്ടതില്ല. मगर हम लोगों को उस प्रकार आंगन तक सीमित रहने की जरूरत नहीं है. ബൈബിളിൽ തിരുത്തൊന്നും വരുത്തണ്ട. उसको बाइबल को कोई करेक्शन करने की आवश्यकता नहीं है. എന്നാൽ ഈ വാക്യം നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്, കർത്താവേ, ജനനം കൊണ്ട് യഹൂദനും പിറവി കൊണ്ട് ലേവ്യനും തെരഞ്ഞെടുപ്പ് കൊണ്ട് പുരോഹിതവർഗവുമായവർ പോലും ഈ ആലയത്തിൻ്റെ പ്രാകാരം കൊണ്ട് തൃപ്തിപ്പെട്ടപ്പോൾ അന്യ ജാതികളായിരുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ കൃപാസനത്തിങ്കിലേക്ക് സൗജന്യമായി നൽകിയിരിക്കുന്ന പ്രവേശനത്തിനായിട്ട് സ്തോത്രം. जो यहूदी लोग थे और जो लेवी लोग थे, जो नबी लोग थे, वो भी सिर्फ आंगन तक ही जा सकते थे, मगर इनमें से कोई भी हमारा रिश्ता भी नहीं है उनसे दूर दूर का, मगर हम लोगों को पवित्र स्थान में परमेश्वर के सम्मुख जा सकते हैं. इसके लिए हम धन्य हैं. സ്തോത്രം. പഴയ നിയമത്തിൽ ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നവർ വിറയലോടെ പ്രവേശിക്കുമായിരുന്നപ്പോൾ നമുക്ക് ധൈര്യത്തോടെ പ്രവേശിക്കാം. जो इस्राएली लोग हैं जो घबराते हुए परमेश्वर की उपस्थिति में जाते थे, मगर हम लोग हैं जो निर्भय होकर परमेश्वर की उपस्थिति में जा सकते हैं. അതാണ് ഇബ്രായർ 4:16 നമ്മൾ വായിക്കുന്നത്. इब्रानियों 4:14 में यही बात को 16 में यही बात को हमें पढ़ने मिलता है. കൃപാസനത്തിങ്കിലേക്ക് ധൈര്യത്തോടെ പ്രവേശിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. परमेश्वर की उपस्थिति में धीरज के साथ, धैर्य के साथ हम प्रवेश कर सकते हैं. स्तोत्रम. उस वचन को पढ़ लीजिए 4:16. സ്തോത്രം. ധൈര്യത്തോടെ നമുക്ക് പ്രവേശിക്കാം. हम साहस के साथ उसके आंगन में उसमें सम्मुख जा सकते हैं. അനുഗ്രഹ के सिंहासन के पास. സ്തോത്രം. അപ്പോൾ ഇവിടെ നമുക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യകരമായ അവസ്ഥ 2 കാര്യങ്ങൾ. हमारे जीवन में धन्य होने का 2 कारण हैं. എന്തൊക്കെയാണ്? वो क्या क्या है? എന്തോ? ഒന്ന്, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. पहला है कि परमेश्वर ने हमें चुन लिया है. 2, और दूसरा
കർത്താവിന്റെ സന്നിധിയോട് നമ്മളെ ചേർത്തിരുത്തി. परमेश्वर के समीप आने का हमको निकट लाया है. സ്തോത്രം. ഇത് രണ്ടും നാം തിരിച്ചറിയുന്നെങ്കിൽ ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങളിലും നാം സന്തോഷിക്കുന്നവരായിരിക്കും. अगर ये दो अवस्थाओं के बारे में आप जानते हैं तो किसी भी अवस्था में जीवन के आप खुश रहेंगे. നിരാശ നമ്മെ പിടികൂടില്ല. निराश आपको बाधित नहीं करेगा. ആശങ്കകൾ നമ്മെ ബാധിക്കത്തില്ല. कई प्रकार की शंकाएं आपको व्याकुल नहीं करेंगी. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നമ്മൾ ആടി ഉലയുകയില്ല. जीवन की समस्याएं हमें हिलने डुलने के लिए नहीं बनाएगा, अवस्था लाएगा. മനസ്സിലാവുന്നുണ്ടോ? आप लोग समझ रहे हैं? സ്തോത്രം. പക്ഷെ ഇന്നത്തെ നമ്മുടെ അവസ്ഥ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. मगर आज के दिन में क्या हम खुशी के साथ, उस प्रकार की खुशी के साथ बैठे हैं? Come on please. आप लोग उत्तर दीजिए, क्या उस प्रकार की खुशी में बैठे हैं आप लोग? സ്തോത്രം. യെസ്. നമ്മുടെ സന്തോഷത്തിന് ഫ്ലക്ച്വേഷൻ ഉണ്ടോ? നമ്മുടെ സന്തോഷത്തിന് കുറവും കൂടുതലും ഒക്കെ സംഭവിക്കാറുണ്ടോ? क्या हमारे आनंद में ऊंच नीच होता है, कम ज्यादा होता है? എങ്കിൽ അത് കർത്താവിലെ സന്തോഷമല്ല. अगर ऊंच नीच हो, ज्यादा कम हो, तो फिर वो प्रभु में पाया हुआ आनंद नहीं है. അത് ലോകപ്രകാരമുള്ള സാധാരണമായ ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ് എന്നേ ഉള്ളൂ. वो दुनिया में पाया जाने वाला साधारण था कोई खुशी होगा. അതിന് എന്തുണ്ട്? വേവ് ലെങ്സ് ഉണ്ട്. അത് ഓരോ സമയത്തും മാറി മാറി നിൽക്കും. वो दुनिया देने वाली खुशी जो है वो ऊंच नीच और कम ज्यादा होते रहता है समय के साथ में. എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന ഈ പറഞ്ഞ സന്തോഷത്തിന് സ്തോത്രം ഏറ്റക്കുറച്ചിലുകളില്ല. मगर परमेश्वर जो हमको आनंद देता है उसमें कमी ज्यादा नहीं होता है. സ്തോത്രം. അതെന്താ? पर वैसा क्यों है? സ്തോത്രം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണ്? अब हम सोचने वाला सबसे बड़ा धन्य अवस्था होने का क्या कारण है? സാംസ് 16 സങ്കീർത്തനത്തിന്റെ 10-11 വാക്യം വായിച്ചോളൂ. 10 और 11. 16वां वचन संहिता का 10वां और 11 वचन पढ़े हैं. ആ യാ स्तोत्रम. 11वां वचन राधा पढ़ लो. वो मुझे जीवन का रास्ता दिखलाएगा, तेरे निकट आनंद की भरपूरी है, तेरे दाहिने हाथ में सुख सर्वदा बना रहता है. നിന്റെ സന്നിധിയിൽ എന്തുണ്ട്? സന്തോഷ പരിപൂർണതയുണ്ട്. നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. तेरे निकट आनंद की भरपूरी है, तेरे दाहिने हाथ में सुख सर्वदा बना रहता है. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം ദൈവ സാന്നിധ്യത്തിന്റെ സന്തോഷമാണ്. यहाँ पर हम देखने वाला खुशी का अवसर क्या है कि परमेश्वर हमें हमेशा हमारे साथ रहता है. उसका സ്തോത്രം. The joy of the presence of God. परमेश्वर की उपस्थिति का आनंद हमेशा रहता है. The joy of the perpetual presence of God. നിരന്തരം നമ്മോടൊപ്പം ഇരിക്കുന്ന സാന്നിധ്യത്തിന്റെ സന്തോഷം. निरंतर परमेश्वर जो हमारे साथ है उसका आनंद. സ്തോത്രം. നമ്മളിപ്പം പാട്ട് പാടിയതുപോലെ പർവ്വതങ്ങളുടെ മുകളിലായാലും താഴ്വരകളിലായാലും കർത്താവ് കൂടെ ഇരിക്കുന്നെങ്കിൽ രണ്ട് അനുഭവങ്ങളും തുല്യം. अगर जैसे इस प्रकार आज सुबह गाना गाया, पहाड़ के ऊपर या तराई में हो, पहाड़ परमेश्वर दोनों स्थान में साथ में है, इसके लिए आनंद का अवस्था दोनों जगह एक ही है. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ദൈവ സാന്നിധ്യത്തിൻ്റെ ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നവരാണോ? परमेश्वर की उपस्थिति हमारे जीवन में है, इसका आनंद हमेशा सर्वदा एक समान है या नहीं?
ബൈബിളിൽ പല ആനന്ദങ്ങളുണ്ട്. बाइबल के अंदर जो है कई प्रकार के आनंद के बारे में वर्णन है. അതിലൊന്നാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. उसमें से एक के बारे में हम अभी सोच रहे हैं. ദൈവ സാന്നിധ്യത്തിന്റെ ആനന്ദം. परमेश्वर की उपस्थिति का आनंद. ചോദ്യം ആവർത്തിക്കുന്നു, ദൈവ സാന്നിധ്യത്തിന്റെ സന്തോഷം ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണോ നമ്മൾ? परमेश्वर की उपस्थिति का अनुभव आप हर दिन आपको होता है या नहीं? Come on, come on. आप लोग उत्तर दीजिए. जोर से बोलो. स्तोत्रम. कभी कभी, हमेशा एक जैसा, ऊपर नीचे नहीं होता. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നു. पिछले हफ्ते भी मैंने आप लोगों से एक प्रश्न किया था. ചർച്ചിൽ വരുമ്പോഴാണോ ആരാധനയ്ക്ക് പോകുന്നത് അതോ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണോ? क्या हम चर्च में आते वक्त परमेश्वर की उपासना करते हैं या नौकरी में जाते हैं तब परमेश्वर की उपासना करते हैं? याद है ना समझ? रोहन, കളിക്കാൻ പോകുമ്പോഴും ആരാധനയ്ക്ക് പോവുകയാണോ അതോ ചർച്ചിൽ വരുമ്പോഴേ ആരാധനയ്ക്ക് വരുന്നുള്ളൂ? खेलने कूदने के लिए जाते हैं तभी परमेश्वर की उपासना करते हैं या सिर्फ कलीसिया में आते वक्त आप उपासना करते हैं परमेश्वर की? ഇപ്പം നമുക്ക് വെക്കേഷൻ സമയമൊക്കെയാ, ചിലപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോയെന്നിരിക്കും. ഫ്ലെമിംഗോ സിറ്റിയാ, ഫ്ലെമിംഗോസിനെ കാണാൻ പോയെന്നിരിക്കും. ഇല്ലെങ്കിൽ ഒന്ന് അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോകുമ്പോഴേ നമ്മൾ ജസ്റ്റ് ഒന്ന് പോകുമ്പോൾ നമുക്ക് ഒരു ചിന്തയുണ്ടോ ആരാധിക്കാൻ പോവുകയാണെന്ന്? आजकल तो वेकेशन का टाइम है, परिवार के संग यहाँ वहाँ जाते हैं, फ्लेमिंगोस को देखने के लिए जाते हैं. क्या हमको कभी अनुभव होता है कि हम परमेश्वर की उपासना करने के लिए हम जाते हैं कहीं भी? ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം. पिछले हफ्ते का प्रश्न यही था. ഇന്ന് ഞാൻ ചോദിക്കുന്നത്, നാം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ആനന്ദം അനുഭവിക്കുന്നവരാണോ? मैं आज आप लोग से पूछता हूं कि इस प्रकार विभिन्न स्थानों में आप परिवार संग जाए तो वहां पर परमेश्वर की उपस्थिति का आनंद आप लोग महसूस करते हैं या नहीं? കൂട്ടുകാരുമൊത്ത് സ്നേഹിതരുമൊത്ത് നാം സന്തോഷിക്കുന്ന സന്ദർഭങ്ങളിൽ ആ സന്തോഷത്തെ കവിയുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ആനന്ദം നാം അനുഭവിക്കുന്നവരാണോ? ഇതാണ് ചോദ്യം. हमारे दोस्तों के साथ मित्रों के साथ हम जब समय बिताते हैं, आनंद करते हैं, उस समय भी हम सोचते हैं क्या और महसूस करते हैं कि परमेश्वर की उपस्थिति का आनंद उस आनंद से भी बढ़कर है कर क्या वैसा करते हैं आप? ചോദ്യം മനസ്സിലാവുന്നുണ്ടോ? आप लोग क्या प्रश्न समझ रहे हैं? ഞാൻ അതിന്റെ മറുഭാഗവും കൂടെ പറയാം. उसका दूसरा भाग में मैं आप लोगों को समझाता हूं. നമ്മൾ ദൈവ സാന്നിധ്യം അപ്പോഴും അനുഭവിക്കുന്നു, സന്തോഷിക്കുന്നു എന്നത് അരഭാഗമേ, അരമാർക്കേ ആകുന്നുള്ളതിന്. उस समय में भी मैं परमेश्वर की उपस्थिति का आनंद महसूस करता हूं, ये सिर्फ आधा भाग है. അതിനേക്കാൾ വലിയ ഒരു അരഭാഗം മറുവശത്തുണ്ട്. और उसका आधा भाग जो है उसके दूसरे बाजू में है. അതെന്താ? वो कहाँ है? वो क्या है? Yes. Whether or not God delights in us. നമ്മിൽ ദൈവം സന്തോഷിക്കുന്നുണ്ടോ? और उसका दूसरा भाग ये है, क्या परमेश्वर आप में आनंदित होते हैं? അടിസ്ഥാനം, ആ ചിന്തയ്ക്ക് അടിസ്ഥാനം, उसका आधार कहां पर है? വിശ്വൻ, ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം ബൈബിളിൽ അങ്ങനെ കിടപ്പുണ്ട്. ये जो मैंने कहा कि परमेश्वर आपसे आनंदित होते हैं, वो वचन बाइबल में वैसा ही लिखा हुआ है. The first written book, ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ പുസ്തകം, सबसे वचन में सबसे पहला लिखा हुआ किताब कौन सा है? ജോബ്. ഇയ്യോബിന്റെ പുസ്തകമാണ് ഏറ്റവും ആദ്യത്തെ പുസ്തകം. योग सबसे पहला लिखा हुआ पुस्तक है. ഇയ്യോബിന്റെ അനുഭവം നമുക്കറിയാം. ഇയ്യോബിന് എത്ര മക്കൾ ഉണ്ടായിരുന്നു? योग के कितने बच्चे थे? अंश बताओ, अय्यूब के कितने बच्चे थे? रूफस? पक्का?
ഓക്കെ. 10 മക്കൾ. उनके 10 पुत्र पुत्रियां थी. അവര് ബർത്ത്ഡേ ആണോ മാരേജ് ആനിവേഴ്സറി ആണോ ഇതൊന്നും അറിയത്തില്ല. അതോ സാലറി ഒന്നും ഇല്ലാന്ന് കേട്ടോ, അവരുടെ ഏതോ ഒരു പ്രത്യേക ദിവസം അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും. उनके जन्मदिन हो या फिर शादी का एनिवर्सरी का दिन हो, मगर ऐसे दिनों में वो अक्सर साथ में मिलकर आते थे. आने का दिन था. 10 മക്കളും കുടുംബങ്ങളും കൂടെ ഒരുമിച്ച് കൂടി ബാൻക്വറ്റ് വിരുന്നൊക്കെ കഴിക്കും. 10 बच्चे अपने परिवार संग आकर खुशी मनाते हुए हम वचन में पढ़ते हैं. അല്ലേ? ऐसा है ना? ആ സമയത്ത് പപ്പ എന്താ ചെയ്യുന്നത്? और उस समय पिता क्या करते थे? എന്താ ചെയ്യുന്നത്? ഏർലി മോർണിംഗ്, അതിരാവിലെ എഴുന്നേൽക്കും. उस दिन पिताजी जो है बहुत ही भोर में उठते थे. എന്നിട്ട് മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ യാഗം കഴിക്കും. और हर एक बच्चों के लिए जो है बलि चढ़ाते थे. എന്തിനാ? किसके लिए? മക്കൾ എടുത്തെങ്കിൽ വായിച്ചോ. സ്തോത്രം. വിരുന്ന് ദിവസങ്ങളിൽ മക്കൾക്കു വേണ്ടി പ്രായശ്ചിത്തയാഗം കഴിക്കുക ഇയ്യോബിന്റെ പതിവായിരുന്നു. दावत के दिन के पूर्व जो है हर एक बच्चों के लिए अय्यूब बलि चढ़ाया करता था. സ്തോത്രം. എന്തിനാ? किसके लिए? അവർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയി കാണുമായിരിക്കും എന്ന് കരുതി. कदाचित मेरे बच्चे पाप करके परमेश्वर को छोड़ दिए, ये सोच करके. കാരണം इसका कारण क्या है? അവര് കുടുംബമായി സന്തോഷിക്കുമ്പോൾ അവരിനിയും ദൈവസാന്നിധ്യത്തെ കുറിച്ചൊക്കെ ഓർത്ത് സന്തോഷിച്ചാലും അതിൽ കഥയില്ല. ദൈവം അവരുടെ സന്തോഷത്തിൽ പങ്കാളിയാകണം. उनके जो साथ मिलकर जो आनंद मनाने का समय था, वो शायद परमेश्वर को भी उपस्थिति में स्मरण कर कर आनंदित होते हो, मगर उस अवस्था में परमेश्वर क्या उन पर नहीं आनंदित होते हैं? ऐसा अवस्था हो सकता है क्या? മനസ്സിലായോ? क्या आप लोग समझते हैं? അപ്പോൾ ഇന്നത്തെ 2 പ്രധാന ചോദ്യങ്ങൾ. आज का 2 प्रधान प्रश्न है. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രതിദിന ചർച്ചിൽ വരുമ്പോൾ മാത്രമല്ല, ഡെയിലി 24x7 10,080 ഓർക്കുമല്ലോ, 10,080. ഈ 10,080 മിനിറ്റുകളും സ്തോത്രം എന്തേ നമുക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാനും മറിച്ച് ദൈവത്തിന് നമ്മിൽ സന്തോഷിക്കുവാനും സാധിക്കുന്നുണ്ടോ? ये 24 घंटे 7 दिन या 1080 मिनट्स परमेश्वर में उपस्थिति में आप आनंदित होते हो, या परमेश्वर भी आपकी उपस्थिति से आनंदित होते हो? इसके बारे में विचार करना जरूरी है. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ദൈവ സാന്നിധ്യത്തിന്റെ സന്തോഷം. हमारे जीवन को सबसे ज्यादा खुशी देने वाला बात होना चाहिए कि परमेश्वर हमारे करीब है. സ്തോത്രം. രോഗങ്ങളുടെയും കഷ്ടങ്ങളുടെയും വേദനകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും ഒക്കെ നടുവിലും ദൈവത്തോട് അവൻ്റെ മാറോട് ചാരിയിരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ. किसी भी अवस्था में, बीमारी में हो, अकेलेपन में हो, किसी भी दुर्घटना संकट में हो, परमेश्वर के बगल में साथ में रहना, यही बात हमको खुशी देनी चाहिए. സ്തോത്രം. ഇതുവരെയും അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ പകൽ ദൈവാത്മാവ് നമ്മെ അതിനു വേണ്ടി പ്രബോധിപ്പിക്കുന്നു. ദൈവ സാന്നിധ്യത്തിന്റെ ആനന്ദത്തിനായി നാം നമ്മെ തന്നെ ഒരുക്കുക. उस प्रकार परमेश्वर की उपस्थिति का आनंद अब तक आप नहीं पाते हैं, तो पवित्र आत्मा आपको सलाह देता है कि परमेश्वर की उपस्थिति में आप आनंदमय हो जाइएगा. സ്തോത്രം. 11ാമത്തെ വാക്യത്തിലേക്കും കൂടെ വന്ന് അവസാനിപ്പിക്കാം. उसके 11वां वचन में एक और बार आकर हम समाप्त कर देते हैं. സംവത്സരങ്ങളെ ദൈവം നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. 11वां वचन जरा पढ़े. സ്തോത്രം.
നമ്മുടെ സംവത്സരങ്ങളെ നമ്മുടെ ആരുടെ സന്നിധിയിൽ വസിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംവത്സരങ്ങളെ ദൈവം നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. जिसको परमेश्वर ने अपने करीब रखने के लिए चुना है, उसके आयु के दिन में परमेश्वर उनको भलाइयों से और मुकुट पहनाता है. സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ വഴികളെ കുറിച്ച് നാം ആകുലപ്പെടേണ്ട. हमारे जीवन में आने वाली घटनाओं के बारे में हमें व्याकुल नहीं होना है. സ്തോത്രം. ദൈവം നമ്മുടെ ആയുസ്സിന്റെ നാളുകളെ നമുക്ക് ആവശ്യമുള്ള നന്മകളാൽ നിറയ്ക്കുന്നവനാണ്. हमारी जितनी आयु है उसमें जितनी भलाइयां चाहिए वो भलाइयों को परमेश्वर हमें प्रदान करेगा. അത് ശാരീരികമായ സൗഖ്യമാകാം, ആരോഗ്യമാകാം. वो शायद शारीरिक स्वस्थ होगा, स्वास्थ्य होगा, वो परमेश्वर हमें प्रदान करेगा. നമുക്ക് വേണ്ട സാമ്പത്തിക നന്മകളാകാം. शायद हमें धन का जितना जरूरत है उतना भी परमेश्वर प्रदान करेगा. നമുക്ക് ഭവനത്തിന്റെ ആവശ്യമാകാം. शायद घर की आवश्यकता होगी. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനമോ അഡ്മിഷനോ വിവാഹമോ ആകാം. अपने बच्चों के एडमिशन या पढ़ाई या उनके शादी का कोई विषय होगा. സ്തോത്രം. നമ്മുടെ സംവത്സരങ്ങളെ നന്മകളാൽ അലങ്കരിക്കുന്ന ഒരു ദൈവം. हमारी आयु को भलाइयों से भरपूर करने वाला हमारा परमेश्वर. ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് അത് നമുക്കൊരു വാഗ്ദത്തമായി നൽകുകയാണ്. आज परमेश्वर एक प्रतिज्ञा के तौर पर आप लोगों को ये दे रहा है. നമ്മുടെ ആയുസ്സിന്റെ നാളുകളെ സംവത്സരങ്ങളെ സ്തോത്രം നന്മകളാൽ അവൻ നിറയ്ക്കും. हमारे जीवन के वर्ष के आयु को हमारे भलाइयों से भरने वाला परमेश्वर है. നമുക്ക് ഇപ്പോൾ റിസോഴ്സസ് ഒന്നും കാണുന്നില്ലായിരിക്കാം. हमारे पास उसके लिए रिसोर्सेस कम होंगे. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു നന്മയും പ്രാപിക്കുവാൻ ഒരു സാധ്യതയുമില്ല. कोई भी भलाइयों को पाने का अवस्था इस प्रकार आज का दिन में देख नहीं पाएंगे शायद आप. എന്നാൽ ഞാനും നിങ്ങളും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ തന്റെ ജനത്തിന് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ പകൽ ഈ സങ്കീർത്തനം मगर പ്രബോധിപ്പിക്കുന്നത്. क्योंकि परमेश्वर ने हमें चुन लिया है, परमेश्वर हर अवस्था में आपको भरपूरी के साथ चलाने लायक परमेश्वर है. वो സഭയോടുള്ള ബന്ധത്തിലും നമുക്കത് വാഗ്ദത്തമായി സ്വീകരിക്കാം. कलीसिया के तौर पर भी हम प्रतिज्ञा कर कर परमेश्वर से हम पा सकते हैं वचन को. ദൈവസഭയിൽ വേണ്ട നന്മകൾ എന്ന് പറയുന്നത് ആത്മാക്കളാണ്. परमेश्वर हमको कलीसिया के तौर पर देने वाला आशीष क्या है? कई आत्माओं का हमारे बीच में लाना. സ്തോത്രം. ഈ വർഷത്തിന്റെ ശിഷ്ടനാളുകളിൽ അനേകം ആത്മാക്കളെ ദൈവം സഭയിലേക്ക് കൊണ്ടുവരുമെന്ന് ഈ വാഗ്ദത്ത പ്രകാരം നമുക്ക് വിശ്വസിച്ച് സ്തോത്രം ചെയ്യാം. वचन के आधार पर हम विश्वास करें कि साल के अंत तक कई आत्माओं को कलीसिया के तौर पर हमारे साथ वो जुड़ने वाले हैं कर. ദൈവം സംവത്സരത്തെ നന്മകളാൽ അലങ്കരിക്കുന്നു. हमारी आयु को भलाइयों से भरने वाला परमेश्वर है वो. ദൈവസഭയെ ആത്മാക്കളാൽ ദൈവം നിറയ്ക്കുന്നു. और कलीसियाओं को आत्माओं के साथ भर देता है वो. ദൈവജനത്തെ ആത്മാവിനാൽ ദൈവം നിറയ്ക്കുന്നു. और परमेश्वर के लोगों को परमेश्वर की आत्मा से भरने वाला है वो. സ്തോത്രം. കൃപാവരങ്ങളാൽ ദൈവം നമ്മുടെ ഇടയിൽ ചിലരെ നിറയ്ക്കട്ടെ. कई स्पिरिचुअल गिफ्ट्स के साथ लोगों को, हमारे कलीसिया के लोगों को भर दे. നമുക്ക് ഈ വാഗ്ദത്തം അങ്ങനെ സ്വീകരിക്കാം. സ്തോത്രം. നന്മകളാൽ സംവത്സരത്തെ അലങ്കരിക്കുന്ന ദൈവം. परमेश्वर की प्रतिज्ञा कर कर हमें स्वीकार करे कि कई भलाइयों से आपके जीवन को परमेश्वर भरने वाला है. ശാരീരിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, പഠന ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ മണ്ഡലത്തിൽ, സഭാതലത്തിൽ ഈ വാഗ്ദത്തം അങ്ങനെ നിറവേറട്ടെ. നമുക്കത് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. व्यक्तिगत तौर पर और कलीसिया के तौर पर आपके आत्मिक रूप में, आपके प्रोफेशनल लाइफ में, पढ़ाई के अवसर में हर एक जीवन को भलाइयों से भरने के लिए परमेश्वर हमारे संग है. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഈ വർഷത്തിന്റെ അടുത്ത നാളുകളിൽ ഈ വാഗ്ദത്തം നിറവേറിയതായി കണ്ട് നമുക്ക് ഒരുമിച്ച് സന്തോഷിപ്പാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ഇട നൽകും. परमेश्वर के आगमन में देरी है तो इन प्रतिज्ञाओं को पूरा करते हुए हम अपनी आंखों से देखेंगे और परमेश्वर को धन्यवाद देंगे. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ഈ വിഷയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. और इन विषयों के लिए हम परमेश्वर को धन्यवाद दें. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. इन वचनों के द्वारा प्रभु आप सबको आशीषित करें. ആമേൻ.